ഈ വർഷം ഫെബ്രുവരി 26-ന്, അതായത് കുംഭമാസം 14-ാം തീയതിയാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് എത്രത്തോളം ശിവചരിതങ്ങൾ കേൾക്കാൻ കഴിയുന്നുവോ, എത്രത്തോളം മഹാദേവനെ സ്തുതിക്കുന്നുവോ, എത്രത്തോളം പ്രകീർത്തിക്കുന്നുവോ, എത്രത്തോളം മനസ്സിൽ ധ്യാനിക്കുന്നുവോ, അത്രത്തോളം നമ്മുടെ സർവ്വ പാപങ്ങളും ഇല്ലാതെയായി നമ്മുടെ ഇന്നർ ബോഡിയും ഫിസിക്കൽ ബോഡിയും പവിത്രമായി മാറുകയും ശിവപ്രീതി എളുപ്പത്തിൽ നേടിയെടുക്കാനും സാധിക്കുന്നു. മഹാദേവൻ ക്ഷിപ്രകോപിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും. അതുകൊണ്ട് തന്നെ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ എളുപ്പമാണ്. അതിന് ഏറ്റവും ഉത്തമമായ ദിവസം ശിവരാത്രിയും. ശിവരാത്രിയെ പറ്റി പറയുന്നതിന് മുമ്പ് ആരാണ് ശിവൻ എന്നറിയണം. മഹാദേവന്റെ ഉദ്ഭവം എങ്ങനെയാണെന്നും അറിയണം, അല്ലേ? പ്രപഞ്ചം അനന്തമാണ്. അത് ഒരിക്കൽ ഉദ്ഭവിക്കുന്നു, മറ്റൊരിക്കൽ നശിക്കുന്നു. ത്രിഗുണങ്ങളിൽ നിന്നുമാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. ഈ പഞ്ചഭൂതങ്ങളിൽ ചൈതന്യം പ്രവർത്തിച്ച് സാത്വികനായ ആദിനാരായണൻ രൂപം കൊണ്ടു. ആദിനാരായണന്റെ നാഭിയിൽ നിന്നും രജോ ഗുണ പ്രധാനിയായി 5 ശിരസുകളോടുകൂടി ബ്രഹ്മാവും രൂപം കൊണ്ടു. കാലങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കുമ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ ഒരു തർക്കമുണ്ടായി. ആരാണ് കൂടുതൽ ശക്തൻ, കഴിവുള്ളവൻ എന്ന്. വിഷ്ണു പറയും, ഞാനാണ് കേമൻ. കാരണം ഞാനാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യം രൂപം കൊണ്ടത്. എൻ്റെ നാഭിയിൽ നിന്നും രൂപം കൊണ്ട താമരപ്പൂവിലല്ലേ ബ്രഹ്മദേവൻ ജനിച്ചത്. അപ്പോൾ ഞാനല്ലേ വലുത് എന്ന് വിഷ്ണു ഭഗവാനും. എന്നാൽ സൃഷ്ടികർമ്മങ്ങൾ പരിപാലിക്കുന്ന താനാണ് കേമൻ എന്ന് ബ്രഹ്മാവും. കാരണം സൃഷ്ടിയുണ്ടെങ്കിലല്ലേ ദൈവങ്ങൾക്കൊക്കെ പ്രസക്തിയുമുള്ളൂ. ഈ തർക്കം കാലങ്ങളോളം നീണ്ടു. തർക്കം പോയി യുദ്ധത്തിലേക്ക് എത്തുന്നത് വരെയായി. ആ സമയം ബ്രഹ്മാവിനും വിഷ്ണുവിനും നടുവിലായി അത്യപൂർവമായ തേജസ്സോടു കൂടിയ ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു. മേലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും അറ്റ കാണാൻ കഴിയാത്ത അത്ര വലുപ്പത്തിലുള്ള ജ്യോതിർലിംഗം. ഇത് കണ്ടപ്പോൾ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും ഒരു തീരുമാനത്തിലെത്തി. ഈ യുദ്ധമൊന്നും ചെയ്യണ്ട, പകരം ഈ ജ്യോതിർലിംഗത്തിന്റെ അറ്റം ആരാണോ കണ്ടുപിടിക്കുന്നത് അവരാണ് യോഗ്യനെന്ന്. അങ്ങനെ ബ്രഹ്മാവ് അരയന്നത്തിന്റെ രൂപത്തിൽ മേൽപോട്ടും മഹാവിഷ്ണു വരാഹ രൂപത്തിൽ താഴോട്ടും പോയി യുഗങ്ങളോളം ഇരുവരും യാത്ര ചെയ്തു. എന്നിട്ടും ഫലം കണ്ടില്ല. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 2 കൽപ്പമാണ്, അതായത് 28 മന്വന്തരം. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാലോ 71 ചതുർയുഗങ്ങളാണ്. അതുകൊണ്ട് സമയങ്ങൾ പോവാനൊന്നും വലിയ പണിയില്ല. എന്തായാലും ഇനിയും ഇങ്ങനെ യാത്ര തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ട് മഹാവിഷ്ണു തോൽവി സമ്മതിച്ച് തിരികെ പോന്നു. ബ്രഹ്മാവ് മേൽപോട്ട് പോയെങ്കിലും ജ്യോതിർലിംഗത്തിന്റെ അറ്റം കണ്ടുപിടിക്കുവാനായി സാധിച്ചില്ല. പക്ഷേ മഹാവിഷ്ണുവിന് മുന്നിൽ തോൽവി സമ്മതിക്കാനും വയ്യ. ഈ ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയായിട്ടാണല്ലോ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഈഗോയൊക്കെ ഉണ്ടാകും. സാത്വികന് അത്ര ഈഗോയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ തോൽവി സമ്മതിക്കാനും മടിയില്ല. അപ്പോഴാണ് ഒരു പുഷ്പം താഴേക്ക് വീഴുന്നത് ബ്രഹ്മാവ് കണ്ടത്. ഈ ജ്യോതിർലിംഗത്തിന്റെ അറ്റത്തു നിന്നുമാണ് പുഷ്പത്തെ ലഭിച്ചത് എന്ന് വിഷ്ണുവിനോട് കള്ളം പറയാനായി ആവശ്യപ്പെടും. അങ്ങനെ കേതകി പുഷ്പവും ബ്രഹ്മാവും തിരിച്ചു വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് താൻ ഈ ജ്യോതിർലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തിയെന്നും അവിടെ നിന്നുമാണ് ഈ പുഷ്പം എടുത്തതെന്നും കള്ളം പറഞ്ഞു. വിഷ്ണു ഭഗവാനാകട്ടെ തന്റെ തോൽവി സമ്മതിച്ച് നിൽക്കുകയാണ്. ഉടനടി ജ്യോതിർലിംഗം രുദ്രമൂർത്തിയായി മാറി. അസത്യം പറഞ്ഞ ബ്രഹ്മാവിന്റെ ശിരസ് അറുത്തുമാറ്റി. എന്നിട്ട് രുദ്രമൂർത്തി ബ്രഹ്മാവിന് ശപിക്കുകയും ചെയ്തു. നിനക്ക് ക്ഷേത്രങ്ങളില്ലാതെ പോകട്ടെ, നിന്നെ ആരും ആരാധിക്കാതിരിക്കട്ടെ. എന്നാൽ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതനായ വിഷ്ണു ഭഗവാനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടാകട്ടെ എന്നും എല്ലാവരാലും പൂജ്യനായി തീരട്ടെ എന്നും അനുഗ്രഹം നൽകി. ബ്രഹ്മദേവന് ലഭിച്ച ശാപത്താൽ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ ബ്രഹ്മദേവനും സാത്വികനായ വിഷ്ണു ഭഗവാനും രുദ്രമൂർത്തിയെ ഒരുപാട് പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ മഹാദേവൻ രുദ്രമൂർത്തിയായി തന്റെ രൂപം ലിംഗരൂപത്തിൽ പ്രകടമാക്കിയ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് എന്നാണ് ശിവരാത്രിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം.